മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു യുദ്ധം അത് വളരെ സംഘർഷഭരിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു. ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കുന്നു. അമേരിക്ക B-2 ബോംബേഴ്സ് അങ്ങോട്ടേക്ക് അയക്കുന്നു. അപ്പോൾ ഇനി ഈ ഒരു വാർ റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ? കാരണം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ഒരു ബോംബിങ് ഇസ്രായേൽ കുറേയൊക്കെ ഒരു നാശനഷ്ടം വിതച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ വീണ്ടും ഒരു കുടഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും ഇത്തരത്തിലൊരു സംഘർഷം വീണ്ടും ശക്തമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് ആ കാര്യത്തിലുള്ള അങ്ങനെ നിരീക്ഷണം? എനിക്ക് തോന്നുന്നില്ല ഇറാൻ ഇനിയൊരു മിസൈൽ അറ്റാക്ക് എഗെയിൻസ്റ്റ് ഇസ്രായേൽ അതിന് മുതിരുമെന്ന്. കാരണം അവർക്ക് ഇരുട്ടടി കിട്ടുന്ന പോലെയാണ് ഓരോന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇറാനിലെ ജനങ്ങളും IRGCക്ക് എതിരായിട്ട് ഒരുപാട് നീങ്ങി തുടങ്ങി. അതായത് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് മാർക്സും ചുമ്മാ തീ പിടിക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പ്രത്യക്ഷത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല. കാരണം അവരെയൊക്കെ വേട്ടയാടി പിടിച്ച് വളരെ ക്രൂവലായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്ന കാരണം അവർ കാണുന്ന ഒരു ആവന്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ രാത്രിയോ എങ്ങനെയെങ്കിലും കത്തിച്ച് കളയുക. അങ്ങനെ ഒരുപാട് തീപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ആര് ചെയ്തു എന്ത് ചെയ്തു. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളവർ സെറ്റപ്പ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് മറ്റേ ഫോണിൽ ട്രിഗർ ചെയ്തിട്ട് ഇറ്റ് ബേൺസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റിസൺസ് പ്രൊട്ടസ്റ്റ് ഇൻഡയറക്ട്ലി അത് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റഷ്യൻ എക്വിപ്മെൻറ്റോ അല്ലെങ്കിൽ ടർക്കിഷ് എക്വിപ്മെൻറ്റോ ചൈനീസ് എക്വിപ്മെൻറ്റോ കേപ്പബിൾ അല്ലാത്ത ഒരു സാഹചര്യമാണ്. പിന്നെ അവിടേക്ക് ഷിപ്മെൻറ്റ് വരുമ്പോൾ തന്നെ ഇസ്രായേൽ അടിച്ച് കളയും. അവർക്ക് ദേ കനോട്ട് റിപ്ലനിഷ് ദ സ്പെയർ പാർട്സ്. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അവരുടെ ഓൺലി സക്സസ് എന്ന് പറഞ്ഞാൽ ഡ്രോൺസ്, അവിടെ ഉണ്ടാക്കുന്ന ഡ്രോൺസ്.